So hi, hello everyone. It's me, CA Sanjay. So today let's do the MCQs of chapter number 3. So chapter number 3 MCQs നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് ചാപ്റ്റർ നമ്പർ 3 കോൺസെപ്റ്റ്സുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് chapter number 3 MCQ. So first point, in Michael Porter's generic strategy, Dash emphasizes producing standardized product at a low per unit cost. സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് കൊടുത്താൽ മതി, ലോ പെർ യൂണിറ്റ് കോസ്റ്റ്. ഹൈ ക്വാളിറ്റി കൊടുക്കണമെന്നില്ല, സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് കൊടുത്താൽ മതി. ഏത് എന്താണ് ഉത്തരം? പറ, വേഗം പറ. ഏതാണ്? ഓപ്ഷൻ സി എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഓപ്ഷൻ സി, കോസ്റ്റ് ലീഡർഷിപ്പ്. ദ ആൻസർ ഇസ് കറക്റ്റ്. ഓപ്ഷൻ സി, കോസ്റ്റ് ലീഡർഷിപ്പ്. ദ ആൻസർ ഇസ് കറക്റ്റ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നേരെ ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4, മൈക്കിൾ പോർട്ടസ് ജനറിക് സ്ട്രാറ്റജിയിൽ വരാത്തതായിട്ടുള്ള ഒരെണ്ണം ഉണ്ട് ഇതിനകത്ത്. മൈക്കിൾ പോർട്ടസ് ജനറിക് സ്ട്രാറ്റജിയിൽ വരാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 4, മൈക്കിൾ പോർട്ടസ് ജനറിക് സ്ട്രാറ്റജിയിൽ ഏതൊക്കെയാ വരാം? മൈക്കിൾ പോർട്ടസ് ജനറിക് സ്ട്രാറ്റജിയിൽ കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻസിയേഷൻ, ഫോക്കസ്. ആ താഴെ എന്താ തന്നെ റവന്യൂ ജനറേഷൻ, അത് വരൂല അല്ലെ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇത് നിങ്ങൾ ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 5, പെർസ്കോപ്റ്റർ. Okay, the manufacturer of private helicopter offers unique features. Unique feature എന്ന് പറയുമ്പോൾ എന്താ മൈൻഡിൽ വരേണ്ടത്? ഡിഫറൻസിയേഷൻ. യൂണിക് ഫീച്ചർ എന്ന് പറയുമ്പോൾ എന്താ മൈൻഡിൽ വരുന്നത്? ഡിഫറൻസിയേഷൻ. ഓക്കെ, ഓഫ് നാരോ മാർക്കറ്റ്. നാരോ മാർക്കറ്റ്, യൂണിക് ഫീച്ചർ, നാരോ മാർക്കറ്റ്, യൂണിക് ഫീച്ചർ, നാരോ മാർക്കറ്റ്. ഏതാ ഉത്തരം? പറ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ബാക്കി ക്വസ്റ്റ്യൻ പോലും വായിക്കേണ്ട ആവശ്യമില്ല. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് സർ? ഓപ്ഷൻ ഡിയോ? ആരാണോ ഡി? ആരാ പറഞ്ഞത് ഡി എന്ന്? അടി കിട്ടിപ്പോ ഡി എന്ന് പറഞ്ഞത് ആരാണ്? ബി 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 അല്ലെ. എന്താണ് ഉത്തരം? ബി 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 ബി. ഫോക്കസ്, ഡിഫറൻസിയേഷൻ. എടാ, നിങ്ങൾ ഇത്ര മാത്രം ക്വസ്റ്റൻ വായിച്ചാൽ മതി. നിങ്ങൾ ഫുൾ ക്വസ്റ്റൻ വായിക്കണം കേട്ടോ. ഞാനിത് ഓൾറെഡി ക്വസ്റ്റൻ വായിച്ച് ആൻസർ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും ക്വസ്റ്റൻ വായിച്ചാൽ മതി. ഓക്കെ, സോ ഇതെങ്ങനെ ക്വസ്റ്റൻ ഡി എന്ന് മനസ്സിലായത്? ഫോക്കസ്, ഡിഫറൻസിയേഷൻ. ഒന്ന് യൂണിക് ഫീച്ചർ പറഞ്ഞിട്ടുണ്ട്, നാരോ മാർക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലടാ? ശരിയല്ലടാ? യെസ്. അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റൻ നമ്പർ 3 ചെയ്യാം. 3. A firm successfully implementing differentiation strategy would expect. ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ചെയ്യുന്ന ഒരു ഫേം അവർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ചെയ്യുന്ന ഒരു ഫേം. ഓക്കെ, കസ്റ്റമർ ടു ബി സെൻസിറ്റീവ് ടു പ്രൈസ് ഇൻക്രീസ്, ടു ചാർജ് പ്രീമിയം പ്രൈസ്, കസ്റ്റമേഴ്സ് ടു പെർസീവ് ദ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ്, ഓട്ടോമാറ്റിക്കലി ഹാവ് ഹൈ ലെവൽ ഓഫ് പവർ ഓവർ സപ്ലയേഴ്സ്. എന്താണ്? എന്താണ് ഉത്തരം? വേഗം പറയും. എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്താണ്? ടു ചാർജ് പ്രീമിയം പ്രൈസ്. ശരിയല്ലടാ? അല്ല, ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ചാർജ് പ്രീമിയം പ്രൈസ്. വി ക്യാൻ ചാർജ് പ്രീമിയം പ്രൈസ്. കസ്റ്റമർ ആർ നോട്ട് സെൻസിറ്റീവ് ടു പ്രൈസിംഗ് റിസ്ക്. കാരണം കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് വന്ന് പ്രൈസ് നോക്കിയിട്ടല്ല, എന്ത് നോക്കിയിട്ടാ? യൂണീക്ക് നോക്കിയിട്ടാ. കസ്റ്റമർ കൺസിഡർ അവർ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് അല്ല. എന്താ കൺസിഡർ അവർ പ്രൊഡക്റ്റ് യൂണീക്ക്? ഓക്കെ ആണോടാ? യെസ്. ആൻഡ് ടു ഓട്ടോമാറ്റിക്കലി യൂസ് പോയിന്റേ ഇല്ല. സോ ടു ചാർജ് പ്രീമിയം പ്രൈസ്. അപ്പൊ അതും സെറ്റായി. ഓക്കെ, ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ. ഓക്കെ, മോർ വാല്യൂ ഫോർ ദ മണി ബൈ എംഫസൈസിങ്. ഇതിൽ ഏതാണ് ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ? ഞാൻ ഇന്നലെ ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷനിൽ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ ഏതാണ്? ലോ കോസ്റ്റ് ലോ ക്വാളിറ്റി, ലോ കോസ്റ്റ് ബെറ്റർ ക്വാളിറ്റി, ഹൈ കോസ്റ്റ് ലോ ക്വാളിറ്റി, ഹൈ കോസ്റ്റ് ബെറ്റർ ക്വാളിറ്റി. ഏതാണ് സർ? ഓപ്ഷൻ ബി സർ, ലോ കോസ്റ്റ് ബെറ്റർ ക്വാളിറ്റി. ഓക്കെ, നൗ യു ടെൽ മീ, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്ലസ് ലോ കോസ്റ്റ് ഏതാ? സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്ലസ് ലോ കോസ്റ്റ് ഏതാ? സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്ലസ് ലോ കോസ്റ്റ് ഏതാ? സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്ലസ് ലോ കോസ്റ്റ്. ബെസ്റ്റ് കോസ്റ്റോ? ബെസ്റ്റ് അല്ലടാ. സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്ലസ് കോസ്റ്റ് ലീഡർഷിപ്പ്. ഗുഡ്. ഹൈ ക്വാളിറ്റി ഹൈ പ്രൈസ് എന്താ? ഡിഫറൻസിയേഷൻ അല്ലെ. ലോ ക്വാളിറ്റി ലോ പ്രൈസ്, കോസ്റ്റ് ലീഡർഷിപ്പ്. ഹൈ ക്വാളിറ്റി ഹൈ പ്രൈസ്, ഡിഫറൻസിയേഷൻ. രണ്ടിനും മിക്സ് എന്താ? ലോ പ്രൈസ് പ്ലസ് ഹൈ ക്വാളിറ്റി. എന്താണ്? ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ. അതാണ് ഇവിടെ പറയുന്നത്. ലോ കോസ്റ്റ് ബെറ്റർ ക്വാളിറ്റി ഡിഫറൻസ്. ഓക്കെ ആണോടാ? യെസ്. സോ നമ്മളപ്പം 5 ക്വസ്റ്റ്യൻ തീർത്തിരിക്കുന്നു. ഇനി അടുത്തത് ലെറ്റ്സ് ഡു ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 പറ. ഡിമാർട്ട് സെൽസ് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് അറ്റ് ഹോൾസെയിൽ പ്രൈസ് ടു ദ റീറ്റെയിൽ കസ്റ്റമർ. ഹോൾസെയിൽ പ്രൈസിലാണ് അവർ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അത് ഏത് സ്ട്രാറ്റജിയാണ്? ഹോൾസെയിൽ പ്രൈസിൽ കൊടുത്താൽ അത് ഏത് സ്ട്രാറ്റജിയാണ്? ഓപ്ഷൻ എ മാർക്കറ്റ് പെനട്രേഷൻ, ഓപ്ഷൻ ബി കോസ്റ്റ് ഡിഫറൻസിയേഷൻ, ഓപ്ഷൻ സി കോസ്റ്റ് ലീഡർഷിപ്പ്, ഓപ്ഷൻ ഡി മാർക്കറ്റ് ഡെവലപ്മെന്റ്. സർ കോസ്റ്റ് ലീഡർഷിപ്പ് സർ. കോസ്റ്റ് ഡിഫറൻസിയേഷൻ എന്ത് തേങ്ങയാണ് സർ? കോസ്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് മറ്റേ ഡിഫറൻസിയേഷനും കോസ്റ്റ് ലീഡർഷിപ്പും ജനിച്ച കുട്ടിയാണോ സർ? കോസ്റ്റ് ഡിഫറൻസിയേഷൻ അല്ല സർ, കോസ്റ്റ് ലീഡർഷിപ്പ് ആണ് ഉത്തരം സർ. സർ കോസ്റ്റ് ലീഡർഷിപ്പ് ആണ് സർ ഉത്തരം. ക്ലിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് കോസ്റ്റ്, വീണ്ടും ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ എന്താണ് ഉത്തരം? വീണ്ടും സെയിം തന്നെ. വേഗം പറ. സീക്സ് ടു അട്രാക്ട് ബയേഴ്സ് ഓൺ ദ ബേസ് ഓഫ് ചാർജിങ് ലോ പ്രൈസ് ലോ ക്വാളിറ്റി അല്ല. എയിമിംഗ് ടു ഗിവ് കസ്റ്റമർ ലെസ് വാല്യൂ ഫോർ ദ മണി അല്ല. സീക്സ് ടു അട്രാക്ട് ബയേഴ്സ് ബൈ ചാർജിങ് ഹൈ പ്രൈസ് ഫോർ ഹൈ ക്വാളിറ്റി അല്ല. ഹൈ പ്രൈസ് ഹൈ ക്വാളിറ്റി ഏതാ? ഡിഫറൻസിയേഷൻ. അപ്പൊ എയിംസ് ടു ഗിവ് ലോ കോസ്റ്റ് ബെറ്റർ ക്വാളിറ്റി. ഇതാണ് ഉത്തരം. ശരിയല്ലേ?
എല്ലാവർക്കും ശരിയല്ലേ? ഡി അല്ലേ എല്ലാവരുടെയും ഉത്തരം? യെസ്. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 10 ചെയ്യാം. എനിത്തിങ് ദാറ്റ് എ ഫേം ഡസ് വെൽ കമ്പയർഡ് ടു, നമ്മുടെ റൈവലിനെക്കാളും നന്നായിട്ട് ഞാൻ ചെയ്താൽ അതിനെന്താ വിളിക്കുക? ഞാൻ എൻ്റെ റൈവലിനെക്കാളും നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്ത് അതിന് ഞാൻ എന്താ വിളിക്കുക? ഒബ്വിയസ്ലി സർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഇത്തരം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലേ സാർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇത് പറ, വിച്ച് ഓൺ ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജനറിക് സ്ട്രാറ്റജി. ഇതിൽ ഏതാണ് ജനറിക് സ്ട്രാറ്റജി അല്ലാത്തത്? മൈക്കിൾ പോർട്ടറിന്റെ ജനറിക് സ്ട്രാറ്റജിയിൽ വരാത്തത് ഏതാണ്? മൈക്കിൾ പോർട്ടറിന്റെ ജനറിക് സ്ട്രാറ്റജിയിൽ വരാത്തത് ഏതാണ്? ഏതാണ്? ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ. ഞാൻ എപ്പോഴും പറഞ്ഞു, കുട്ടികൾ എപ്പോഴും ചെയ്ത പൊട്ടത്തരാണ്. ചിലപ്പോൾ എഴുതി വെക്കും ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ ഈസ് എ പാർട്ട് ഓഫ് മൈക്കിൾ പോർട്ടർ. അല്ല, മൈക്കിൾ പോർട്ടർ ജനറിക് സ്ട്രാറ്റജിയിൽ വരുന്നതല്ല എന്ത് ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ. ഈവൻ നമ്മൾ ഇന്നലെ ചാർട്ട് വരച്ച് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ചാർട്ട് വരച്ച് ഓർക്കുന്നുണ്ടോ? ഞാൻ എങ്ങനെ എഴുതിയത്? മൈക്കിൾ പോർട്ടർ ജനറിക് സ്ട്രാറ്റജിന് ഇവിടെ എഴുതി, ഏറ്റവും അവസാനമാണ് BCP എഴുതിയത്. കാരണം BCP is not a part of മൈക്കിൾ പോർട്ടർ ജനറിക് സ്ട്രാറ്റജി. ക്ലിയർ ആണോടാ? യെസ്. അപ്പം അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. ഫൈൻ. ഓക്കെ, ലോ കോസ്റ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് ഫോക്കസ് ആർ ഡാഷ്. ഇത് നിങ്ങൾ പറ. ലോ കോസ്റ്റ് ഡിഫറൻസിയേഷൻ ഫോക്കസ്, ഇത് SBU ലെവൽ സ്ട്രാറ്റജി ആണോ, കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ആണോ, ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ആണോ, ഫംഗ്ഷൻ ലെവൽ സ്ട്രാറ്റജി ആണോ? ടെൽ മീ. ഇത് നിങ്ങൾ ചിലപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കിയിട്ട് പറയരുത്. നോക്കിയിട്ട് പറഞ്ഞാൽ തല്ല് കിട്ടും. വേഗം പറ, ഉത്തരം പറ. ഇതിന്റെ ഉത്തരം പറ. മണിക്കുട്ടി ഓടുന്നോ? പെട്ടെന്ന് ഉത്തരം പറയൂ. പെട്ടെന്ന് ഉത്തരം പറയൂ. സർ അറിയില്ല സർ. അടി കിട്ടും നിങ്ങൾക്ക്. സർ ഓപ്ഷൻ ബി കോർപ്പറേറ്റ് ലെവൽ. തെറ്റ്. വീണ്ടും അടി കിട്ടും. ഓക്കെ, നിങ്ങൾ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസ് ആണ് എന്ത്? സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി, എക്സ്പാൻഷൻ സ്ട്രാറ്റജി, പിന്നെ എന്താണ് റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. ഇത് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസാണ്. ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസിൽ എന്തൊക്കെയാണ് വരിക? ബിസിനസ് ലെവലാണ് നമ്മളിപ്പോൾ പഠിച്ച മൈക്കിൾ പോർട്ടർ ജനറിക് സ്ട്രാറ്റജി. എന്ത്? കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻസിയേഷൻ, ഫോക്കസ്. ഓക്കെ, ഇത് ഒരിക്കലും മറക്കരുത്. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി നമ്മൾ ചാപ്റ്റർ നമ്പർ 4 പഠിച്ച്, സ്റ്റെബിലിറ്റി, എക്സ്പാൻഷൻ, റിട്രീം, അതൊക്കെ കോർപ്പറേറ്റ് ലെവലാണ്. ബിസിനസ് ലെവൽ ഏതൊക്കെ വരിക? കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻസിയേഷൻ, ഫോക്കസ്. അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ്? ബിസിനസ് ലെവൽ. ഓക്കെ, ഇനി തെറ്റിക്കരുത്, ഇനി തെറ്റിക്കരുത്, ഇനി തെറ്റിക്കരുത് മക്കളെ, ഇനി തെറ്റിക്കരുത്. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 പറ. ഇന്റേണൽ ഡാഷ് ആർ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ പെർഫോംഡ് സ്പെഷ്യലി വെൽ. അപ്പൊ സംതിങ് ദാറ്റ് ഇസ് പെർഫോമിംഗ് വെൽ ആൻഡ് ഇന്റേണൽ ആണ്. അപ്പൊ ഏതാണ്? ഇന്റേണൽ ആണ്. അപ്പൊ ഏതാണ്? സ്ട്രെങ്ത്. ഏതാണ്? സ്ട്രെങ്ത്. സ്ട്രെങ്ത് എന്ന് പറയും ഇന്റേണൽ ആണ് ആൻഡ് ദാറ്റ് ഇസ് പെർഫോമിംഗ് വെൽ അല്ലേ? യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ. എക്സ്റ്റേണൽ അല്ലാത്തത് എന്തുകൊണ്ടിൻ്റെ ഉള്ളിൽ? ഏതാണ്? കസ്റ്റമർ അകത്താണോ പുറത്താണോ? സർ പുറത്താണ് സർ. എൻട്രി ബാരിയർ പുറത്താണ് സർ. എൻട്രി ബാരിയർ പുറത്താണ് സർ. കോമ്പറ്റീറ്റേഴ്സ് പുറത്താണ് സർ. ഓർഗനൈസേഷൻ, എന്റെ ഓർഗനൈസേഷൻ അകത്തുള്ള കൺസ്ട്രെയിൻ അത് ഇന്റേണൽ ആണ് സർ. ഓർഗനൈസേഷൻ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥാപനത്തിന് അകത്തുള്ള പ്രശ്നങ്ങൾ അത് ഇന്റേണൽ ആണ് സർ. കോമ്പറ്റീറ്റർ പുറത്താളെ എൻട്രി ബാരിയേഴ്സ് അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പുറത്താളത് കസ്റ്റമർ പുറത്താണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്റെ ഓർഗനൈസേഷൻ അകത്തുള്ള പ്രശ്നങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് സർ. അത് ഇന്റേണൽ ആണ് സർ. അത് എക്സ്റ്റേണൽ അല്ല സർ. സോ ആൻസർ എന്താണ്? ഓർഗനൈസേഷൻ കൺസ്ട്രെയിൻ. ഓക്കെ, ഇത് നിങ്ങൾ പറ. കോർ കോമ്പീറ്റൻസീസ് ആർ ഓൾ എക്സെപ്റ്റ്. ഇതിൽ ഏത് ഒരെണ്ണം കോർ കോമ്പീറ്റൻസി? നമ്മൾ ഇന്നലെ പഠിച്ചുള്ളൂ. VRCS പഠിച്ചു കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ ഇതിൽ ഏതാണ് ഉത്തരം? പറ, വേഗം പറ, വേഗം പറ, വേഗം പറയൂ, വേഗം പറയൂ, വേഗം പറയൂ, വേഗം പറയൂ. ഏതാണ് ഓപ്ഷൻ? സി ആണ്. സി. എടാ, ഇമ്പോസിബിൾ ടു ഇമിറ്റേറ്റ് അല്ല, കോസ്റ്റ്ലി ടു ഇമിറ്റേറ്റ് എന്നാ പറയുക. ഇമ്പോസിബിൾ അല്ല, കോസ്റ്റ്ലി എന്നാ പറഞ്ഞത്. ആർക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റൂല എന്നല്ല പറഞ്ഞത്. മറ്റുള്ളവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്നാ പറഞ്ഞത്. ഇമ്പോസിബിൾ ടു ഇമിറ്റേറ്റ് അല്ല. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്നലെ പഠിച്ച ആൻസർ എന്തായിരുന്നു? വാല്യൂബിൾ. ഞാൻ കാണിച്ചില്ല സ്റ്റാർട്ടിനകത്ത്. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ഓക്കെ, വാല്യൂബിൾ, റെയർ, കോസ്റ്റ്ലി ടു ഇമിറ്റേറ്റ് എന്നാ പറഞ്ഞേ. ഇമ്പോസിബിൾ ടു ഇമിറ്റേറ്റ് നല്ല പറഞ്ഞത്. അപ്പൊ അതാണ് തെറ്റുത്തരം. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? യെസ് സർ. ഇത് പറ നിങ്ങൾ. സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ്. വേഗം പറ. തെറ്റുത്തരം പറ, അടി കിട്ടും നിങ്ങൾക്ക്. ഐഡന്റിഫൈ ദ സ്ട്രോങ് റൈവൽ ശരിയാണ്. ഐഡന്റിഫൈ ദ വീക്ക് റൈവൽ അതും ശരിയാണ്. ഐഡന്റിഫൈ ദ വീക്ക് ആൻഡ് സ്ട്രോങ് റൈവൽ അതാണ് കൂടുതൽ ശരി. അപ്പൊ ഏതുത്തരം? ഓപ്ഷൻ സി. അല്ല, ഞാൻ നേരത്തെ അതായത് ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷൻ സെഷനകത്ത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷൻ സെഷനകത്ത് എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു കീവേഡ്സ്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഐഡന്റിഫൈ ദ വീക്കർ. അപ്പൊ ഈ കീവേഡ്സ് ഒക്കെ ഓർത്ത് വെച്ചാൽ മതി. MCQs ഒക്കെ നമുക്ക് സുഖസുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ക്വസ്റ്റൻ നമ്പർ 16. 16.
Very simple. He suggests to follow the strategy of biggest player. So he want to identify the biggest player. Strongest player ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഏതാ മെത്തേഡ്? സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഏതാ മെത്തേഡ്? ഒബ്വിയസ്ലി സ്ട്രാറ്റജി ഗ്രൂപ്പ് മാപ്പിംഗ്. സ്ട്രോങ്ങസ്റ്റ്, വീക്കസ്റ്റ് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ് ഏതാണ്? സ്ട്രാറ്റജി ഗ്രൂപ്പ്. സർ ഡോമിനന്റ് ഫോഴ്സ്, സർ അങ്ങനെ ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, ഡോമിനന്റ് ഫോഴ്സ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. യെസ്. നെക്സ്റ്റ് ഓക്കെ, ഡു ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 18. 17 നേരത്തെ പഠിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആട്ടോ. നേരത്തെ എന്താ പറയുക, ബിഗ്ഗസ്റ്റ് പ്ലെയറിന് കാരണം ഇപ്പൊ ഡിക്രീസിങ് കോമ്പറ്റീഷൻ, വീക്കസ്റ്റ് കോമ്പറ്റീഷൻ ആണ്. നേരത്തെ നമ്മൾ തൊട്ട് മുന്നത്തേന് എന്താ പഠിച്ചത്? സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ ആണെന്നാ പഠിച്ചത്. ഇപ്പം വീക്കസ്റ്റ് പ്ലെയർ, അതും എന്താണ്? സ്ട്രാറ്റജി ഗ്രൂപ്പ് മാപ്പിംഗ് തന്നെ. ഓക്കെ, അപ്പൊ ഞാൻ അത് ചോദിക്കുന്നില്ല. ഇനി ശരിയായ സാധനം വരുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. ഓക്കെ, സോഷ്യൽ മാർക്കറ്റിംഗ്, ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ചാപ്റ്റർ നമ്പർ 3 ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതാണ് പറയും? കോൺസെപ്റ്റ് ഓഫ് ഓഫറിംഗ് അഡീഷണൽ കസ്റ്റമർ സർവീസ് ആൻഡ് ബെനിഫിറ്റ് ടു ദ കസ്റ്റമർ. കസ്റ്റമറിന് അഡീഷണൽ സർവീസ് കൊടുക്കാം. ഏതാണ്? ഡിഫറൻഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ തല്ലിട്ടു. ഡിഫറൻഷ്യൽ മാർക്കറ്റിംഗ് അല്ല. ഏതാ? ക്വസ്റ്റ്യൻ നമ്പർ 18 ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, ഞാനിപ്പോ എന്താണ് ഈ 4 ഞാൻ ജസ്റ്റ് പറയാം. സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന മാർക്കറ്റിംഗ് ആണ് സോഷ്യൽ മാർക്കറ്റിംഗ്. ഒരു നാട്ടുകാർക്ക് ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കണം ആ മാർക്കറ്റിങ്ങിലൂടെ. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഈ സിനിമ തുടങ്ങുന്ന മുന്നേ ഒരു പരസ്യം ഉണ്ടാവില്ലേ, സ്പോഞ്ച് പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ലേ, ആ സാധനം എന്താണ്? സോഷ്യൽ മാർക്കറ്റിംഗ്. യു ആർ ഗിവിംഗ് സം സോഷ്യൽ മെസ്സേജ്. ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ യു ആർ പ്രൊവൈഡിങ് അസ് പ്രോഡക്റ്റ്, അതിന്റെ കൂടെ തന്നെ അഡീഷണൽ സർവീസ് കൊടുക്കണം. സേ ഫോർ എക്സാമ്പിൾ ഞാൻ AC വാങ്ങാണ്, AC വാങ്ങാൻ വേണ്ടി പോയി. അപ്പൊ അവർ പറഞ്ഞു ഒരു ഈ AC വാങ്ങിയിട്ട് ഇതിന് കൂടെ 4 വർഷം ഫ്രീ സർവീസ് ഉണ്ട്, 10 വർഷത്തെ വാറന്റി ഉണ്ട് എന്ന് പറയണം. അപ്പൊ അവിടുത്തെ മെയിൻ പ്രൊഡക്റ്റ് എന്താണ്? AC. അതിന് കൂടെ അവർ അഡീഷണൽ സർവീസ് തരാണ്, 10 വർഷം വാറന്റി തരാണ്. സോ അഡീഷണൽ സർവീസ് കൊടുത്തിട്ട് മെയിൻ പ്രോഡക്റ്റ് വിൽക്കുക, അതിനാണ് എന്താ വിളിക്കുക? ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ്. അഡീഷണൽ സർവീസ് കാണിച്ചിട്ട് മെയിൻ പ്രോഡക്റ്റ് വിൽക്കുക. ഇപ്പൊ എന്റെ വീട്ടിനടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവർ പറയാണ് നിങ്ങൾ നമ്മുടെ സാധനം വാങ്ങിയാൽ ഫ്രീ ഹോം ഡെലിവറി ഉണ്ട്. അപ്പൊ ഫ്രീ ഹോം ഡെലിവറി കാണിച്ചിട്ട് അവിടുന്ന് സാധനങ്ങൾ വാങ്ങിപ്പിക്കുക. ദാറ്റ് ഇസ് കോൾഡ് ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ്. ഓക്കെ, ഓഫറിംഗ് അഡീഷണൽ കസ്റ്റമർ സർവീസ് ആൻഡ് ബെനിഫിറ്റ്സ് ടു ദ കസ്റ്റമർ. കൂടുതൽ സർവീസ് കൊടുക്കുക. അതിനാണ് എന്ത് വിളിക്കുക? ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ്. കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈസ്റ്റേൺ കറി മസാല, ഈസ്റ്റേണിന്റെ പരസ്യം നമുക്ക് തമിഴ്നാട്ടിൽ കിട്ടും ഇല്ല, കാരണം ഈസ്റ്റേണിന്റെ കൂടുതൽ കസ്റ്റമേഴ്സ് എവിടെയുള്ള? കേരളത്തിൽ. അപ്പോൾ കേരളം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ മാർക്കറ്റ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ ഏരിയ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്താ വിളിക്കുക? കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഐ ക്ലിയർ ടു യു? യെസ് സർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് മെയിൻറ്റെയിനിങ് സ്ട്രോങ് വാല്യൂ ലീഡ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമർ. കസ്റ്റമറായിട്ട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള മാർക്കറ്റിംഗ്, ഒബ്വിയസ്ലി റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. സോ നമ്മൾ ഓൾറെഡി സോഷ്യൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ് പറഞ്ഞു. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് പറയാം. ഡയറക്റ്റ് മാർക്കറ്റിംഗ് മീൻസ് മാർക്കറ്റിംഗ് ഡയറക്ട്ലി വിത്ത് ദ കസ്റ്റമർ. നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങളും കാത്ത് അവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ, കുറെ പാംപ്ലെറ്റ്സും പിടിച്ചിട്ട് പേപ്പേഴ്സും പിടിച്ച് കുറെ ആൾക്കാർ നിൽക്കാറില്ലേ? നിങ്ങളും കാത്ത് അയ്യോ എൻ്റെ കുട്ടൻ വന്നോ, എൻ്റെ കുട്ടിയുടെ പരീക്ഷ കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് കാത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, കുറെ പേപ്പർ പിടിച്ചിട്ട്. അവരെന്താണ്? ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഡയറക്ട്ലി ടു ദ കസ്റ്റമർ. അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് ഫോണൊക്കെ വരും, സാർ നമ്മൾ ഇന്ന സ്ഥലത്ത് നിന്നാണ്, സാറിന് LIC വേണോ, സാറിന് ഇൻഷുറൻസ് എടുക്കണോ എന്നൊക്കെ വിളിച്ചിട്ട്. ദാറ്റ് ഇസ് കോൾഡ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഡയറക്ട്ലി വിത്ത് ദ കസ്റ്റമർ. ഓക്കെ, പിന്നെ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, കസ്റ്റമറായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള മാർക്കറ്റിംഗ്. ഓക്കെ, റിലേഷൻ മാർക്കറ്റിംഗ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ മാക്സിൽ ട്രെൻഡിലൊക്കെ സാധനം വാങ്ങി ചിലപ്പോൾ അവർ നമുക്ക് കൂപ്പൺ തരും. അടുത്ത പ്രാവശ്യം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇത്രയും പൈസ നിങ്ങൾക്ക് കുറച്ചിട്ട് തരും എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത പ്രാവശ്യം അതായത് ഇപ്പോഴത്തെ പ്രാവശ്യമല്ല, ഇപ്പൊ നമ്മൾ വാങ്ങുന്ന നമുക്ക് ഇപ്പൊ തന്നെ അത് കൂപ്പൺ റിഡീം ചെയ്യാൻ പറ്റില്ല. അടുത്ത തവണ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കൂപ്പൺ റിഡീം ചെയ്യാം. അതെന്താണ്? അവർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. നീ ഇവിടുന്ന് പോകരുത്, നീ വീണ്ടും ഇങ്ങോട്ട് വരണം, എനിക്ക് നീയുമായിട്ടുള്ള ബന്ധം ഇനിയും വേണം, നീ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വാ. അതിനുള്ള മാർക്കറ്റിംഗ് ആണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. അതേപോലെ തന്നെ നമുക്ക് ചില സമയത്ത് ഞാൻ ഇപ്പൊ പറയാ, എന്റെ ഫോണിനകത്ത് ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, കാണുന്നുണ്ടോ എന്ന് അറിയില്ല. അതായത് സൊമാറ്റോയുടെ നോട്ടിഫിക്കേഷനാണ്. എന്താ നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാല്, ഞാൻ വായിച്ചു തരാവേ. എനിക്ക് സൊമാറ്റോ ഡെയിലി എന്നെ സ്നേഹിക്കും. അയ്യോ പോയുടെ നോട്ടിഫിക്കേഷൻ, ഓ മാൻ ഷിറ്റ്, ഷോ നോട്ടിഫിക്കേഷൻ പോയിട്ട് ഞാൻ നോട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടി അത് കുത്തിയപ്പോൾ സൊമാറ്റോയുടെ ആപ്പ് ഓപ്പൺ ആയിപ്പോയി. പോട്ടെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് സൊമാറ്റോയുടെ സ്വിഗ്ഗിയിലൊക്കെ ഒരുപാട് മെസ്സേജസ് വരും. എന്താണ്? രാത്രി ആയാലും ഒരു ബിരിയാണി കഴിച്ചാലോ, ഗുഡ് മോർണിംഗ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടക്കിടക്ക് വരും. എനിക്ക് ഒരു 12:30 1 മണിയാകുമ്പോൾ മെസ്സേജ് വരും, നല്ലൊരു ബിരിയാണി കഴിച്ചാലോ, ഇറ്റ്സ് ബിരിയാണി ടൈം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജസ് വന്നോണ്ടിരിക്കും. ഇതെന്താണ്? ദേ ആർ ട്രൈങ് ടു ബിൽഡ് എ റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമർ. നിങ്ങൾക്ക് വരാറുണ്ട് ഇതുപോലത്തെ മെസ്സേജുകൾ?
നിങ്ങൾക്കും വരാറുണ്ട്. നിങ്ങൾ സൊമാറ്റോയുടെയോ സ്വിഗ്ഗിയുടെയോ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരുപാട് മെസ്സേജുകൾ വരാം. ഓക്കെ ആണോടാ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20 വായിച്ചു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20 വായിക്കോ. 20 വേഗം പറ. ക്വസ്റ്റ്യൻ നമ്പർ 20 എന്താ? റിനൗണ്ട് കോഫി ചെയിൻ ഓഫേഴ്സ് ലോയൽറ്റി പ്രോഗ്രാം where കസ്റ്റമർ earn point for every purchase which they can redeem in the ഇത്. വേഗം പറ. 20, ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20 എന്താ? വേഗം പറ. ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ ഞാൻ. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 20? റിലേഷൻഷിപ്പ് മാർക്കറ്റ്. ഞാൻ ഇപ്പല്ലേ പറഞ്ഞുള്ളൂ. മാക്സ് ട്രെൻഡ് ഒക്കെ നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ് തരും വിച്ച് യു ക്യാൻ റെഡീം. ഇപ്പല്ലേ ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ ആയിട്ട് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. മാക്സിൽ ട്രെൻഡിൽ നിങ്ങൾക്ക് എന്ത് തരുന്ന ഞാൻ പറഞ്ഞത്? കൂപ്പൺസ് തരും വിച്ച് യു ക്യാൻ റെഡീം ആഫ്റ്റർവേർഡ്സ്. സോ വാട്ട് ഇസ് ദാറ്റ്? റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. ഹലോ, ഉറങ്ങിപ്പോയോ നിങ്ങൾ? അവിടെ ഉണ്ടോ നിങ്ങൾ? ആരെന്താ റിപ്ലൈ തരാണ്ടിരുന്നേ? അയച്ചിട്ടുണ്ട് സർ, അയച്ചിട്ടുണ്ടെന്നാ? എവിടെ അയച്ചിട്ടുണ്ട്? എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ അപ്പോൾ ഓക്കെ, ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 21 ഉത്തരം പറ. 21 ഉത്തരം പറ. ABC Fashion provides early access and exclusive design to its exclusive clients. അവരുടെ എക്സ്ക്ലൂസീവ് ക്ലയൻസിന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവർ എന്ത് ചെയ്യും? അവർ എക്സ്ക്ലൂസീവ് ആയിട്ട് ഡിസൈൻസ് കൊടുക്കും. ഇതെന്ത് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ്? എംഫസൈസിങ് പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ്. അവിടെ പേഴ്സൺ എന്ന വാക്ക് കണ്ടുകൊണ്ടുള്ളത് പേഴ്സൺ മാർക്കറ്റിംഗ് ആവില്ല. പേഴ്സൺ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ മാർക്കറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ ബുക്കിന്റെ പുറകിൽ ഞാൻ എന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്തിനാ? പേഴ്സൺ മാർക്കറ്റിംഗ്. ഞാൻ എന്നെ തന്നെ മാർക്കറ്റ് ചെയ്യാം. ഓക്കെ, എന്റെ ബുക്കിന്റെ പുറകിൽ ഞാൻ എന്റെ ഫോട്ടോ വെച്ച് ഇങ്ങനെ പിടിക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് എന്തിനുള്ള ഫോട്ടോ? അതെന്റെ പേഴ്സണൽ മാർക്കറ്റിംഗ്. ഞാൻ എന്നെ തന്നെ മാർക്കറ്റ്. അപ്പൊ നാളെ കുട്ടികൾ ഇതും വെച്ചിട്ട് പരീക്ഷ ഹോളിൽ പോകുമ്പോൾ അവിടെ എന്താണ്ടാവുക? എന്റെ വലിയ തല കാണും പിള്ളേർ. എന്റെ വലിയ തല കാണും. അപ്പൊ അവർ നോക്കും ആരുടെ പേര്? സഞ്ജയ്. ഓക്കെ. സോ എനിക്ക് തന്നെ ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണെന്ത്? ഒരു വ്യക്തിയെ ചെയ്ത മാർക്കറ്റിംഗ് ആണെന്ത്? പേഴ്സണൽ മാർക്കറ്റിംഗ്. നമ്മൾ ഈ ഇലക്ഷൻ സമയത്തൊക്കെ പേഴ്സണൽ മാർക്കറ്റിംഗ് ഉണ്ടോ? നമ്മൾ ഈ ഇലക്ഷൻ സമയത്തൊക്കെ എല്ലാ പോസ്റ്റർ ഒട്ടിക്കില്ലേ? ഈ ഇലക്ഷനിലെ കാൻഡിഡേറ്റിന്റെ ഫോട്ടോ ഒക്കെ ഒട്ടിക്കില്ലല്ലോ? അതെന്താ? ആക്ച്വലി പേഴ്സണൽ മാർക്കറ്റിംഗ് ആണ്, വ്യക്തിയെ മാർക്കറ്റിംഗ്. ഓക്കെ, ഇതെന്താ സംഭവം? ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? കസ്റ്റമേഴ്സ് മറ്റുള്ളവർക്ക് നോർമൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഇവരുടെ എക്സ്ക്ലൂസീവ് കസ്റ്റമർക്ക് ഇവർ എന്താണ്? ഏർലി ആക്സസ് കൊടുക്കുകയാണ്. അതെന്താണ്? റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ആണ്. അത്തരം കസ്റ്റമറായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് ആണത് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. ആം ഐ ക്ലിയർ ടു യു? അതെന്താ മാർക്കറ്റിംഗ് ആണ്? റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ ആണോടാ? യെസ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 22 ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 22. Which of the following is important to achieve competitive advantage? Very easy അല്ലെ? അക്കോർഡിംഗ് ടു പോർട്ടർ എന്തൊക്കെയാണ്? കോസ്റ്റും ഡിഫറൻസിയേഷനും ഫോക്കസും ആണ്. പക്ഷെ ഇവിടെ ഫോക്കസ് സ്ട്രാറ്റജിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സോ ഇവിടെ ഡിഫറൻസിയേഷൻ ആൻഡ് കോസ്റ്റ് അഡ്വാൻറ്റേജസ്. ഓക്കെ ആണോടാ? യെസ്. നമുക്ക് ഇനി ഏതാ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്? Let's do question number 25. Let's do question number 25. Question number 25. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 25 വായിക്കുക. സഞ്ജീവിനി ഫാർമസ്യൂട്ടിക്കൽസ് മാനുഫാക്ചേഴ്സ് എ കഫ് സിറപ്പ്. Zeus എന്ന് പറഞ്ഞ കഫ് സിറപ്പ് ഉണ്ടാക്കി. It has modified Zeus cough syrup, claiming that Zeus cough syrup is sugar-free and consumers will not feel drowsiness after consuming this cough syrup. ഈ കഫ് സിറപ്പ് വായിച്ച് നിങ്ങൾക്ക് ക്ഷീണം പിടിക്കില്ല, ഡ്രൗസിനെസ്, ഉറക്കം വരില്ല, അങ്ങനത്തെ ഒന്നും ഫീൽ ഒന്നും വരൂല എന്നാണ് പറഞ്ഞത്. കൺസ്യൂമേഴ്സ് ഫൗണ്ട് ദിസ് പ്രൊഡക്റ്റ് ആസ് യൂണീക്ക് എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരേണ്ടത്? സോ ഡിഫറൻസിയേഷൻ. ഇനി നമുക്ക് എന്ത് നോക്കണം? മാർക്കറ്റ് നാരോ എന്ന് പറയുന്നത് ഫോക്കസ് ഡിഫറൻസിയേഷൻ. പക്ഷേ ഇവിടെ ഫോക്കസിനെ മാർക്കറ്റിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. മാർക്കറ്റ് ഈസ് ബ്രോഡ് മാർക്കറ്റ്. അപ്പൊ ഇവിടെ എന്താ ഉത്തരം? ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ആം ഐ ക്ലിയർ ടു യു? എനി ഡൗട്ട് ഇൻ ദിസ്? ഇല്ല സർ, ഉത്തരം കിട്ടിയില്ല സർ. അങ്ങനെയാണ്. ലെറ്റ്സ് ഡു ക്വസ്റ്റ്യൻ നമ്പർ 27. ഇത് നിങ്ങൾ തെറ്റിക്കാനുള്ള ചാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ തെറ്റിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പറ, ഇത് നിങ്ങൾ തെറ്റിക്കോ? നമുക്ക് നോക്കാലോ. ട്രക്കിംഗ് പോളിസ് സ്മോൾ കമ്പനി, കുഞ്ഞു കമ്പനിയാണ്, ബേസ്ഡ് ഇൻ ഹിമാലയൻ റീജൻസ് ഇൻ ഇന്ത്യ. അപ്പൊ ഹിമാലയത്തിൽ ഉണ്ടാകുന്ന ഒരു കുഞ്ഞു കമ്പനിയാണ്. ഇറ്റ് ഈസ് നോൺ ഇൻ ദ റീജിയൻ ഫോർ ഹിൽ വാക്കിംഗ് സ്റ്റിക്ക്. അപ്പൊ നിങ്ങൾ ഹിമാലയയിൽ നിങ്ങൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ ഹിൽ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലേ, ആ സ്റ്റിക്കില്ലേ, അത് വെച്ചിട്ട് അവർ കൊടുക്കും. ഓക്കെ, ട്രക്കിംഗ് പോയിന്റ് സെൽ സ്പെഷ്യലിസ്റ്റ് വാക്കിംഗ് എക്വിപ്മെന്റ്. അവർ സാധാരണ സ്പെഷ്യലിസ്റ്റ് വാക്കിംഗ് എക്വിപ്മെന്റ് ഇൻ ദിയർ സ്മോൾ ഷോപ്പ് അറ്റ് ദ ഫുട്ട് ഓഫ് ദ മൗണ്ടൻ. അപ്പോൾ സ്പെഷ്യലിസ്റ്റ് യൂണീക്ക് ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം അവർ കൊടുക്കുന്നത്. ഓക്കെ, അവർക്ക് വെബ്സൈറ്റ് ഒന്നുമില്ല സാധനം വാങ്ങാൻ, പക്ഷേ ബട്ട് ദേ സെൽ ദ പ്രൊഡക്റ്റ് പ്രീമിയം പ്രൈസ്. അപ്പോൾ പ്രീമിയം പ്രൈസ് ആണ്
സ്പെഷ്യൽ വാക്കിംഗ് സ്റ്റിക്ക് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പൊ നമുക്ക് ഒരു കാര്യം പ്രീമിയം പ്രൈസ് ആയതുകൊണ്ട് ഡിഫറൻസിയേഷൻ ആണ് മനസ്സിലായി. ഇനിയിപ്പോൾ എന്താ മനസ്സിലാവേണ്ടത്? അവിടെ മാർക്കറ്റ് ബ്രോഡ് ആണോ നാരോ ആണ്? ഇവിടെ എന്താ പറഞ്ഞത്? ഇവർക്ക് വെബ്സൈറ്റ് ഇല്ല, ഇവർ ഒരു ചെറിയൊരു ഷോപ്പ് മാത്രമാണ്. അപ്പൊ അവിടെ മാർക്കറ്റ് ഏതാ? നാരോ ആണ്. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? ഫോക്കസ് ഡിഫറൻസിയേഷൻ. നിങ്ങൾ കൊള്ളാലോ, ഞാൻ നിങ്ങൾ തെറ്റിക്കുമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഉത്തരം പറഞ്ഞു. കറക്റ്റാ, ഉത്തരം പറഞ്ഞു, കറക്റ്റാ. അപ്പൊ എല്ലാ പ്രാവശ്യം ക്വസ്റ്റിനകത്ത് നാരോ എന്ന വാക്ക് തരണം നിർബന്ധമില്ല. ഇതുപോലത്തെ സംഭവം തരാം. അവർക്ക് വെബ്സൈറ്റ് ഇല്ല, അവർക്ക് ചെറിയൊരു ഷോപ്പാണ്, ആ ഒരു റീജിയനിൽ മാത്രമേ അവർ അറിയൂ, ഇറ്റ് ഈസ് നോൺ ഇൻ ദ റീജിയൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് തരും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ക്ലിയർ ആണോടാ? അതിന് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 29 ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 29. എയർലൈൻസ് പ്രൊവൈഡ് സ്പെഷ്യൽ ലോഞ്ച് ആക്സസ് ടു ലോയൽ കസ്റ്റമർ. അവിടെ ലോയൽ കസ്റ്റമർ അവിടെ സ്പെഷ്യൽ ലോഞ്ച് ആക്സസ് കിട്ടും കസ്റ്റമർക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ലോഞ്ച് ആക്സസ്. അതെന്തിനാ? കസ്റ്റമറായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അല്ലെ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. ഡാഷ് കൺസിസ്റ്റ് ഓഫ് റൈവൽ ഫേംസ് വിത്ത് സിമിലർ കോമ്പറ്റീറ്റീവ് അപ്രോച്ച് ആൻഡ് പൊസിഷൻസ് ഇൻ ദ മാർക്കറ്റ്. സ്ട്രാറ്റജിക് ഗ്രൂപ്പ്, സ്ട്രാറ്റജിക് മാപ്പ്, ഇൻഡസ്ട്രി. ഇതൊക്കെ സിമ്പിൾ സാർ. സി ആരുടെ? സി ഇട്ട്. സ്ട്രാറ്റജിക് മാപ്പ് അല്ല മോളെ, സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ് ആണ്. അല്ല സ്ട്രാറ്റജിക് മാപ്പ് അല്ല, സ്ട്രാറ്റജിക് ഗ്രൂപ്പ്. ഓക്കെ, യെസ്. അടുത്തത് അക്കോർഡിംഗ് ടു CK പ്രഹ്ലാദ് ആൻഡ് ഗാരി ഹാമൽ, മേജർ കോർ കോമ്പറ്റൻസ് ആർ ഐഡന്റിഫൈഡ് ഇൻ 3 ഏരിയാസ്. ഏതൊക്കെയാണ്? ഇത് നമ്മൾ ഓൾറെഡി ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? വേഗം പറ. കോമ്പറ്റീവ് ഡിഫറൻസിയേഷൻ, കസ്റ്റമർ വാല്യൂ, കോമ്പറ്റീവ് ഡിഫറൻസിയേഷൻ, ഫോക്കസ്, കോസ്റ്റ് ലീഡർഷിപ്പ് ഡിഫറൻസിയേഷൻ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. ഏതാ? വേഗം ഉത്തരം പറ. വേഗം പറ ഉത്തരം. ഏതാണ് ഉത്തരം? CK പ്രഹ്ലാദ്, ഗാരി ഹാമൽ. എന്താ ഉത്തരം? വേഗം പറ, ഉത്തരം പറയൂ. ശ്രേയ, അച്ഛേ, വേഗം ഉത്തരം പറയൂ. ത്രീസ പറയുന്നു ഓപ്ഷൻ എ. വാട്ട് അബൌട്ട് അതേഴ്സ്? ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്. എന്താണ്? കോമ്പറ്റീവ് ഡിഫറൻസിയേഷൻ, കസ്റ്റമർ വാല്യൂ. അവിടെ കോസ്റ്റ് ലീഡർഷിപ്പ് ഡിഫറൻസിയേഷൻ കണ്ടുകൊണ്ട് അതിലൊന്നും കയറി ചാടിയിട്ടൊന്ന് മാർക്ക് തെറ്റിക്കരുത്. എന്താ ചോദ്യം? CK പ്രഹ്ലാദും ഗാരി ഹാമലും പറഞ്ഞത് എന്താണ്? CK പ്രഹ്ലാദും ഗാരി ഹാമലും പറഞ്ഞത് എന്താണ്? എന്താ പറഞ്ഞത്? കോമ്പറ്റീവ് ഡിഫറൻസിയേഷൻ, കസ്റ്റമർ വാല്യൂ, ആപ്ലിക്കേഷൻ ടു അതർ മാർക്കറ്റ്. അതാണ് ചോദ്യം. ഓക്കെ ആണോടാ? യെസ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ഡു ക്വസ്റ്റ്യൻ നമ്പർ 30. Question number 33 ചെയ്യ്. Question number 33. വേഗം പറ. എന്താ ഉത്തരം? ഓപ്ഷൻ ഡി ആണോ? എന്താ ഇതിന്റെ ഉത്തരം? ഓപ്ഷൻ ഡി എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതായത് ക്വസ്റ്റൻ നമ്പർ 33 അല്ല ഞാൻ പറഞ്ഞത്. ABC is a marketing consultancy business. ABC's most recent corporate analysis has identified 3 new business have recently entered into the market. 3 new business have recently entered into the market. Okay. So പുറത്തുനിന്ന് 3 പേര് വന്നിട്ടുണ്ട്. അത് നമ്മുടെ അകത്തുള്ള കാര്യമാണ്, പുറത്തുള്ള കാര്യം സാർ? പുറത്തുള്ള കാര്യം സാർ. അതെന്താണ്? ത്രെട്ടാണ് സാർ. വെരി ഗുഡ്. അടുത്തത്. വെരി സിമ്പിൾ. വേഗം പറയൂ. ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ആ. എടാ 34. സ്ട്രോങ്സ്റ്റ് ആൻഡ് വീക്ക്. ഡി. ഗുഡ്. എന്താണ്? ഓപ്ഷൻ ഡി. യെസ്, ഗുഡ്. സോ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 37. ഇതിൽ ഏതോ ഒരു സെന്റൻസ് തെറ്റാണ്. കോർ കോമ്പിറ്റൻസിയെ കുറിച്ച് അല്ലാത്തൊരു സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതേതാണ്? കോർ കോമ്പിറ്റൻസിയെ കുറിച്ച് അല്ലാത്തൊരു സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. കോർ കോമ്പിറ്റൻസി ഡിസ്റ്റിംഗ്വിഷസ് എ കമ്പനി കോമ്പറ്റീറ്റീവ്ലി. കറക്റ്റ് ആണ്. ഇറ്റ്സ് എ സോഴ്സ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ സ്കിൽ ആൻഡ് സെപ്പറേറ്റ് ടെക്നിക്. കോർ കോമ്പിറ്റൻസി ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ സ്കിൽ അല്ല. കോർ കോമ്പിറ്റൻസി യുണീക് സ്കിൽ. ഇന്നലെ പറഞ്ഞു കൊടുക്കുന്നത് 5 to 15 ഏരിയാസ് ഓഫ് എക്സ്പെർട്ടീസ് ഞാൻ പഠിപ്പിച്ചു നോക്കുന്നുണ്ടോ? മറന്നുപോയാ നിങ്ങൾ? കോർ കോമ്പിറ്റൻസി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മറന്നുപോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഒന്നുകൂടി കാണിച്ചത് നിങ്ങൾക്ക്. ഇതാ, it is not an individual skill, it's a combination of skill. It's a concept of 5 to 15 areas of developed expertise. കണ്ടോ? അപ്പൊ അതാണ് തെറ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ ആണോടാ? അതാണ് തെറ്റ്. ഇത് തെറ്റാണ്, ഇത് ശരിയല്ല. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? യെസ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 38. മാർക്കറ്റിംഗ് യൂസ് ടു റെഡ്യൂസ് ദ ഡിമാൻഡ്. ഡിമാൻഡ് കുറക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് അതിനകത്ത് തന്നെ ഉണ്ട്. എന്താണ്? ഡി മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ
ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന മാർക്കറ്റിംഗ് എന്താണ്? ഡീപ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 39 വേഗം പറ. Indian company plans to offer snack during the ropeways and 2 free movie tickets on completion of travel. The marketing technique is called. അതായത് അവർക്കൊരു ട്രാവൽ കമ്പനി ഉണ്ട്. അപ്പൊ ട്രാവൽ കമ്പനി ട്രാവലൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് എന്ത് കൊടുക്കും? ഫ്രീ മൂവി ടിക്കറ്റും കൊടുക്കും. അതേപോലെ തന്നെ ഒരു കംപ്ലീഷൻ ഓൺ ട്രാവലും തരും. അതെന്താണ്? ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, അവിടെ ഒരു മെയിൻ പ്രോഡക്റ്റ് ഉണ്ട്, അതിന്റെ കൂടെ അഡീഷണൽ സർവീസ് കൊടുത്തിട്ടുള്ള മാർക്കറ്റിംഗ്. മെയിൻ പ്രോഡക്റ്റ് ഉണ്ട്, അതിലൂടെ അഡീഷണൽ സർവീസ്. ഇപ്പൊ അവിടെ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് അല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് കൂടിയാണ്. ഓക്കെ, കസ്റ്റമറായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കൂടിയുള്ള മാർക്കറ്റിംഗ്. ഇപ്പൊ ഇവിടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് പെട്ടുപോയനെ. റിലേഷൻഷിപ്പ് പറയണോ ഓഗ്മെന്റഡ് പറയണോ നമ്മളും കുറച്ച് പെട്ടുപോകും. ഓക്കെ, എന്താ ഓഗ്മെന്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ മെയിൻ പ്രോഡക്റ്റ് ഉണ്ടാവും. ആ പ്രോഡക്റ്റിന് സെയിൽസ് കൂട്ടാൻ വേണ്ടി അഡീഷണൽ സർവീസ് കൊടുക്കുക. അവിടെ മെയിൻ പ്രോഡക്റ്റ് എന്താണ്? ട്രാവൽ ചെയ്യുക. അപ്പൊ അതിന്റെ കൂടെ അവർ അതിന്റെ സെയിൽസ് കൂടെ അവർ എന്ത് ചെയ്യുന്നു? ഫ്രീ മൂവി ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്, പിന്നെ എന്താണ് റോപ്പ് വേസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ് ആണ്. ഈവൻ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ആണ്. തെറ്റാന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 40 ക്വസ്റ്റ്യൻ നമ്പർ 40 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 40. Mukul faced intense competition in undifferentiated industry. To address this, he opted for cost cutting strategy. Cost cutting strategy. Okay, which factor poses a risk? അപ്പൊ കോസ്റ്റ് ലീഡർഷിപ്പിൽ റിസ്ക് വരുന്ന ടോപ്പിക് ഏതാണ്? ഇതിൽ റിസ്ക്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ്? ടെക്നോളജി. ടെക്നോളജി മാറിക്കഴിഞ്ഞാൽ കോസ്റ്റ് ലീഡർഷിപ്പിന് ബുദ്ധിമുട്ടാണ്. കാരണം കോസ്റ്റ് ലീഡർഷിപ്പിൽ ടെക്നോളജി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ സാധനമൊക്കെ എന്തായിപ്പോൾ വേസ്റ്റ് ആയിപ്പോൾ. സോ ടെക്നോളജി നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അവിടെ കോസ്റ്റ് ലീഡർഷിപ്പിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ടാവും. കോസ്റ്റ് ലീഡർഷിപ്പിൽ നമ്മളിത് ഓൾറെഡി വായിച്ചിട്ടുണ്ടാവും അല്ലെ? ശരിയല്ലടാ? കോസ്റ്റ് ലീഡർഷിപ്പ് നമ്മൾ പഠിച്ചതല്ലേ ഇത്? ഓക്കെ, ടെക്നോളജിക്കൽ ചേഞ്ച് ഇസ് എ ബിഗ് ത്രെഡ്. ടെക്നോളജിക്കൽ ചേഞ്ച് ഇസ് എ ബിഗ് ത്രെഡ് അല്ലെ? ഓക്കെ, ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ, ടെക്നോളജി റിസ്ക്. ഓക്കെ, ഇമിറ്റേറ്റ് ആൻഡ് സ്ട്രാറ്റജി, ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ. അപ്പൊ ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ എന്താണ്? ഒരു വലിയ റിസ്ക് ആണ്, വലിയ റിസ്ക് ആണ്. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ്, ദിസ് ഈസ് ഓൾ അബൌട്ട് നമ്മുടെ ആൻസേഴ്സ്. നിങ്ങൾക്ക് ഇവിടെ എല്ലാത്തിനും ആൻസർ ഇവിടെ ഉണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് നമ്മുടെ ചാപ്റ്റർ 3. സോ ചാപ്റ്റർ 3 നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ നോക്കി. ചാപ്റ്റർ 3 എന്നുള്ള MCQs നമ്മൾ നോക്കി അത്യാവശ്യം. ഇനിയിപ്പം വൺസ് വി ആർ ഡൺ വിത്ത് ദിസ് എൻറ്റയർ നമ്മുടെ ഈ സീരീസ് മൊത്തം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ MTP ചെയ്യണം, RTP ചെയ്യണം. ഒരുപാട് പണിയുണ്ട് മക്കളെ, നമുക്ക് ഒരുപാട് പണിയുണ്ട്. സോ എനിവേ, ലെറ്റ്സ് wind up today's class and see you in the next class where we will be discussing chapter number 4. Chapter number 4ന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണോടാ? സോ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ. നന്നായിട്ട് എഫേർട്ട് എടുക്കുക, മാക്സിമം എഫേർട്ട് എടുക്കുക. ഓക്കെ, യെസ്. സോ ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. ഓക്കെ, യെസ്. സോ എനിവേ, താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.